കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജനറൽ ബോഡി യോഗം കായംകുളത്ത് നടന്നു. കായംകുളം ഡിവൈഎസ്പി ബിനുകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജനറൽ ബോഡി യോഗം കായംകുളം പ്രതാകംപൂടി ജംഗ്ഷന് സമീപം സോഫിയ മൻസിലിൽ നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് വി രാജൻ അധ്യക്ഷത വഹിച്ചു. പെൻഷൻകാരോടുള്ള സർക്കാരിന്റെ നിഷേധാത്മകമായ നിലപാടുകളും കാലാകാലങ്ങളായി പെൻഷൻകാർക്ക് ലഭിക്കേണ്ട ഉത്സവബത്ത കുടിശ്ശികയും 11ാം ശമ്പള കമ്മീഷനെ നിയമിക്കാതെ പെൻഷൻകാരോട് സർക്കാർ കാട്ടുന്ന അലംഭാവവും യോഗത്തിൽ ചർച്ച ചെയ്തു. യോഗം കായംകുളം ഡിവൈഎസ്പി ബിനുകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുടുംബത്തെ നോക്കാൻ സമയം കിട്ടിയിട്ടില്ല ഇതുവരെ എന്ന് പറയുമ്പോൾ പെൻഷൻ വരെ. അതിനുശേഷമാണ് കുടുംബമായിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ കുടുംബമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായത് ഈ പെൻഷൻ പ്രായത്തിന് ശേഷം. എൻ്റെ മുമ്പിരിക്കുന്ന സഹോദരങ്ങൾ തന്നെ അറിയാം, ഏകദേശം ഏറ്റവും മിനിമം 30 വർഷമെങ്കിലും സർവീസിൽ സേവിച്ചവരായിരിക്കും. അന്ന് നമ്മൾ ജീവിച്ചതെല്ലാം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ല, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയാണ്. ഇന്നത്തെ പുതിയ തലമുറ നോക്കുകയാണെങ്കിൽ അതൊന്നുമില്ല. എല്ലാവർക്കും വീട്ടിൻ്റെ നടയിലുള്ള പോലീസ് സ്റ്റേഷൻ കിട്ടുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ അവസരം നോക്കുക, എത്രയോ ദൂരത്തായിരിക്കും, സ്വന്തം ജില്ല കിട്ടത്തില്ല, അല്ലെങ്കിൽ എത്രയോ ജില്ലകൾ മാറിയായിരിക്കും നമ്മൾ ജോലി ചെയ്തിട്ടുള്ളത്. പോലീസിൻ്റെ ഏറ്റവും കാർക്കശ്യ സ്വഭാവം ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലാണ് നിങ്ങളെല്ലാം ജോലി ചെയ്തത്. ഇന്ന് അങ്ങനെയൊന്നുമല്ല. ഇന്ന് ആർക്കും ആരെയും പേടിയില്ല. ഇന്നത്തെ ഒരു പോലീസുകാരനെ പേടിയില്ല. എന്നൊക്കെ നിങ്ങൾ ഈ കാലഘട്ടത്തിലുള്ള ഇത്രയും എൻ്റെ മുമ്പിലിരിക്കുന്ന അത് തന്നെ ഏറ്റവും നന്ദി പറയേണ്ട ഒന്നാണ്. നമ്മുടെ ഈ പെൻഷനായിട്ട് പോലും കായംകുളം ഒരു ചെറിയ യൂണിറ്റിൽ നിന്ന് മാത്രം ഏകദേശം മൊത്തം ഒരു 50ഓളം പേര് ഇവിടെയുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അന്ന് ഇനി വേറൊരു പ്രത്യേകത, നമ്മൾ ഇവിടെ ഇരിക്കുന്നതിൽ തന്നെ ഏകദേശം ആവറേജ് പ്രായം ഏകദേശം ഒരു 65-70 വയസ്സൊക്കെയാണ് എല്ലാവരും. കാരണം അത്രയും വർഷമായി നമ്മൾ പെൻഷനായിട്ടെന്നുള്ള. നിങ്ങളൊക്കെ അന്ന് പെൻഷൻ 55ാമത്തെ വയസ്സിലായിരിക്കും, ഇപ്പോൾ 56ാമത്തെ വയസ്സിൽ പെൻഷനാകുന്നു. ഇന്നും കേരളമാണ് ഏറ്റവും പെൻഷൻ പ്രായം കുറഞ്ഞ സംസ്ഥാനം എന്നറിയപ്പെടുന്നത്. തൊട്ടടുത്ത് നോക്കിയാൽ തമിഴ്നാടായാലും ആന്ധ്ര നോക്കിയാലും കർണാടക നോക്കിയാലും ഒക്കെ ഇന്നും 60 വയസ്സാ പെൻഷൻ. പക്ഷേ ഇന്ന് ജോലി ചെയ്യുന്ന പോലീസുകാർക്ക് എങ്ങനെയെങ്കിലും ഈ 56 വയസ്സൊന്ന് തികച്ച് കിട്ടിയാൽ മതി. 56 വയസ്സ് അപ്പോൾ പടിയിറങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് ഇന്നത്തെ. അത്രയും ടെൻഷൻ ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടായിരുന്നില്ലായിരിക്കും. കാലഘട്ടം കഴിയുന്തോറും പോലീസിൽ അടിച്ചേൽപ്പിക്കുന്ന ടെൻഷൻ വളരെ കൂടും. ഞാൻ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പണ്ടത്തെ പോലീസും ഇപ്പോഴത്തെ പോലീസും നമ്മുടെ വ്യത്യാസം. പണ്ടത്തെ ഏത് പോലീസുകാരെടുത്താലും അവർക്ക് ക്രൈം വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് അറിയാമായിരുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ പോലെ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ അന്ന് ഇല്ല. എല്ലാം കൈവച്ച് ഓരോ ഏട്ടന്മാർ പുതിയ PC-കളെ വിളിച്ച് എല്ലാം പണി പഠിപ്പിക്കുന്നു. ഈ വനിതകളൊക്കെ സർവീസിൽ വന്നു തൊട്ട് അവർ ഏറ്റവും നല്ല എഴുത്തുകാരായി മാറി. അത് നിങ്ങളെപ്പോലുള്ളവർ പഠിപ്പിച്ചുകൊണ്ട് മാത്രം. തുടർന്ന് മുതിർന്ന പെൻഷൻമാരായ വില്യം ജോർജ്, MO പ്രഭാകരൻ എന്നിവരെയും യോഗത്തിൽ ആദരിച്ചു. ടി പഞ്ചമിനെ യോഗം അനുസ്മരിച്ചു. യോഗത്തിന് യൂണിറ്റ് സെക്രട്ടറി M ചന്ദ്രബാബു സ്വാഗതം രേഖപ്പെടുത്തി. സോമശേഖരൻ, ഉണ്ണിത്താൻ, G രാജേന്ദ്രൻ, PA സെബാസ്റ്റ്യൻ, VR പൊന്നൻ, സോമൻ, PK വേലായുധൻപിള്ള, K കൃഷ്ണൻകുട്ടി, സുരേഷ് കുമാർ, C രാമചന്ദ്രൻ, M ഹുസൈൻ, PC സുകുമാരപിള്ള, S ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. K ശ്രീധരൻ നന്ദി രേഖപ്പെടുത്തി. CD നെറ്റ് ന്യൂസ് കായംകുളം.